പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനൽ പോരാട്ടത്തിന് വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. 100 ഗ്രാം കൂടിയതാണ് അയോഗ്യതയ്ക്ക് കാരണം. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ വിനേഷിനെ അവസാന സ്ഥാനത്തായി രേഖപ്പെടുത്തും. വിനേഷിനോട് തോറ്റ ക്യൂബൻ താരം ഫൈനലിൽ മത്സരിക്കും. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഒരു രാജ്യത്തിനെ തന്നെ 100 ഗ്രാമിൽ അടയാളപ്പെടുത്തുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ വിഷമിക്കുന്ന ഹൃദയഭേദകമായ വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ വന്നത്. വിനേഷിന് അയോഗ്യയായിരിക്കുന്നു. എന്തെങ്കിലും ഒരു സാധ്യതയടക്കം നമ്മൾ പരിശോധിച്ചു, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള സങ്കടപ്പെടുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലേ? ഒളിമ്പിക്സ് വനിതാ വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായിരുന്നു വിനേഷ് ഫോഗട്ട്. 50 കിലോഗ്രാം വനിതാ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ജപ്പാന്റെ ലോക 1-ാം നമ്പർ താരം, നിലവിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് തുടങ്ങിയവരൊക്കെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തിയത്. അങ്ങനെ ഇന്ത്യ സ്വർണം ഉറപ്പിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായൊരു തിരിച്ചടി ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. കാരണം വിവിധ കാറ്റഗറികളിലായാണ്, വിവിധ വെയിറ്റ് വിഭാഗത്തിലായാണ് ഒളിമ്പിക്സിൽ ഗുസ്തി മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ട് മത്സരിച്ചിരുന്ന കാറ്റഗറി 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗമാണ്. ഈ വിഭാഗത്തിൽ ഓരോ മത്സരങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഭാരപരിശോധനയ്ക്ക് താരങ്ങൾ വിധേയമാകണം. ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ തന്നെ 2 ദിവസങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സെമി ഫൈനൽ വരെയുള്ള മത്സരങ്ങൾ ഇന്നലെ നടന്നു. അപ്പോൾ ഈ മത്സരങ്ങൾക്ക് തൊട്ടു മുമ്പ് ഇന്നലെ രാവിലെ വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയ്ക്ക് വിധേയയായിരുന്നു. ഇന്നലെ അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ 50 കിലോഗ്രാമിൽ താഴെയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം. അതായത് 49.9 ആയിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്തുകൊണ്ട് വിനേഷ് ഇന്നലെ മത്സരത്തിൽ പങ്കെടുക്കുകയും ഫൈനലിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഉറപ്പായും സ്വർണമോ അല്ലെങ്കിൽ ഒരു വെള്ളി മെഡലോ ഉറപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് വീണ്ടും വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയ്ക്ക് വിധേയയായത്. ഇന്ന് നടത്തിയ ഭാരപരിശോധനയിലാണ് 100 ഗ്രാം കൂടുതൽ രേഖപ്പെടുത്തിയത്. ഇതാണ് വിനേഷ് ഫോഗട്ടിന് അയോഗ്യതയാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ഭാരപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ അധികൃതരും ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ടും ഒരു അവസരം കൂടി നൽകണം, വീണ്ടും പരിശോധന നടത്താൻ, ഭാരം കുറയ്ക്കാനുള്ള സാവകാശം തരണം എന്ന അഭ്യർത്ഥനയൊക്കെ നടത്തിയെങ്കിൽ പോലും 15 മിനിറ്റാണ് അനുവദനീയമായ സമയം. അതിൽ കൂടുതൽ അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആർട്ടിക്കിൾ 11 പ്രകാരം, ഗുസ്തി നിയമത്തിന്റെ ആർട്ടിക്കിൾ 11 പ്രകാരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഇന്നലെ ഈ മത്സരശേഷം, അതായത് സെമി ഫൈനൽ മത്സരത്തിന് ശേഷം വിനേഷ് ഫോഗട്ട് ഇത്തരത്തിൽ ഇന്ത്യൻ ക്യാമ്പിൽ ഭാരപരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരിശോധനയിൽ ഏതാണ്ട് 2.5 കിലോ കൂടുതലാണ് വിനേഷ് ഫോഗട്ടിന്റെ ഭാരം ഉണ്ടായിരുന്നെന്നാണ് അധികൃതർ ഔദ്യോഗികമായി പ്രതികരണം ഉണ്ടായിട്ടില്ല. അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതായത് അതിനുശേഷം ഇന്നലെ ഈ മത്സരങ്ങൾക്കൊക്കെ ശേഷം വിനേഷ് ഫോഗട്ട് കഠിന പരിശീലനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതായത് ജോഗിംഗ് ചെയ്യുകയുണ്ടായി, പിന്നീട് സൈക്ലിങ്ങിൽ ഏർപ്പെട്ടു, ഒപ്പം തന്നെ സ്കിപ്പിംഗ് ചെയ്തു. അങ്ങനെ 2.5 കിലോ ഭാരം കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്നാണ് ഇന്ന് മത്സരത്തിന് മുമ്പായി മാനദണ്ഡ പ്രകാരം ഇത്തരത്തിൽ ഭാരപരിശോധനയ്ക്ക് വിധേയമായതും ഈ പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 100 ഗ്രാം കൂടുതൽ എന്ന് വ്യക്തമാകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് വിനേഷ് ഫോഗട്ടിന് വ്യക്തിപരമായി വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് റിയോ ഒളിമ്പിക്സിൽ അന്ന് പരിക്ക് കാരണം, ഒറ്റ കാരണം കൊണ്ട് സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ടിന് പിന്മാറേണ്ടി വന്നു. ഒന്ന് ലീഡ് ചെയ്ത് നിൽക്കുമ്പോഴായിരുന്നു വിനേഷ് ഫോഗട്ട് ഇത്തരത്തിൽ പിന്മാറേണ്ടി വന്നതെങ്കിൽ ഇത്തവണ വെള്ളി മെഡലെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് വെള്ളി മെഡലെങ്കിലും ഉറപ്പിച്ച് രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമായി മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു തിരിച്ചടി ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഒളിമ്പിക്സ് നിയമത്തിന്റെ ചട്ടപ്രകാരം വിനേഷ് ഫോഗട്ടിന് ഒറ്റ മെഡൽ ലഭിക്കില്ല. അതായത് ഫൈനൽ മത്സരത്തിന് മുമ്പായുള്ള ഭാരപരിശോധനയിലാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയൊക്കെ തന്നെ ക്ലിയർ ചെയ്തെങ്കിൽ പോലും ഈ നിയമം അനുസരിച്ച് ആ ടൂർണമെന്റിലുടനീളം ആ വെയിറ്റ് നിലനിർത്താൻ താരങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിന് വെങ്കല മെഡൽ പോലും ലഭിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഈ പരിശോധനയിൽ പരാജയപ്പെട്ടത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ പങ്കെടുത്ത താരങ്ങളിൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരിക്കും വിനേഷ് ഫോഗട്ടിനെ രേഖപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഒരു സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഏതായാലും പാരീസിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇത് ആദ്യമായല്ല ഇത്തരമൊരു താരം ഭാരപരിശോധനയെ തുടർന്ന് മാറ്റി നിർത്തേണ്ടി വരുന്നത്. ഏതായാലും സമാനമായ രീതിയിൽ ഒരു ഈജിപ്ഷ്യൻ വനിതാ ബോക്സർക്ക് സമാനമായ അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യൗമുന അയാദ് എന്ന് പറയുന്ന താരം ഇത്തരത്തിൽ 54
74 കിലോഗ്രാം കാറ്റഗറിയിലാണ് അവർ മത്സരിച്ചിരുന്നത്. അവർ അന്ന് ഒറ്റ മത്സരത്തിലും അവർക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അതിനു മുമ്പായുള്ള പരിശോധനയിൽ തന്നെ അവർ പരാജയപ്പെട്ടെങ്കിൽ വിനേഷ് ഫോഗോട്ടിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഫൈനൽ മത്സരത്തിന് മുമ്പായുള്ള ഭാര പരിശോധനയിൽ വിനേഷ് ഫോഗോട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അത്യന്തം വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ഏതായാലും പാരീസിൽ നിന്ന് പുറത്തു വരുന്നത്. വിനേഷ് ഫോഗോട്ടിന് വ്യക്തിപരമായി മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്കൊന്നാകെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.